ലോറി കേടായതിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ ഇപ്പോൾ 8-ാം വളവിൽ ഗതാഗത തടസ്സമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുകയാണ്. നിഖിലെ, കുഴപ്പം പിടിച്ച അവസ്ഥയാണോ? യാത്രക്കാർക്ക് അതുവഴി പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? ഭാഗികമായി തടസ്സം നീങ്ങിയെന്ന് പറയുന്നതിൻ്റെ വാസ്തവം? ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 9-ാം വളവിൽ നമുക്കറിയാം വലിയ രീതിയിൽ മണ്ണും പാറകളും ഒക്കെ ഈ റോഡിലേക്ക് പതിച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് സത്യത്തിൽ പൂർണ്ണമായി അവിടുത്തെ നിയന്ത്രണങ്ങൾ നീങ്ങിയത്. അപ്പോഴും ഒരു വരിയിലൂടെ ആയിരുന്നു വാഹനങ്ങളൊക്കെ കടത്തിവിട്ടിരുന്നത്. പോലീസിൻ്റെ മുഴുവൻ സമയ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴത് ഉച്ചയാകുമ്പോഴേക്കും ഒരു മൾട്ടി ആക്സിൽ വെഹിക്കിൾ അവിടെ കുടുങ്ങിയ ഒരു ലോറി ഈ സംരക്ഷണ ഭിത്തി കടന്ന് കൊക്കയിലേക്ക് മറയാൻ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അതേ തുടർന്ന് പിന്നെയും കുറേ സമയം ചുരത്തിലൂടെയുള്ള യാത്ര ദുസ്സഹമായി നിൽക്കുകയായിരുന്നു. ഇന്നിപ്പോഴും ഇതാ രാവിലെ ഒരു ലോറി 8-ാം വളവിൽ കുടുങ്ങിയതിനെ തുടർന്ന് അതിൻ്റെ ജോയിന്റ് തകരാറായതിനെ തുടർന്ന് ഈ 8-ാം വളവിൽ ലോറി കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴിതാ വീണ്ടും ഗതാഗത കുരുക്ക് രൂപപ്പെടുകയാണ്. ഭാഗികമായൊരു കുരുക്ക് എന്ന് പറയാം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ആ റോഡിൻ്റെ പകുതിയോളം ഭാഗത്ത് ആ ലോറി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പാതയിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ ആ വളവിലെ ഗതാഗതം ഒരൊറ്റ ട്രാക്കിലൂടെ ചുരുങ്ങും. അതുകൊണ്ട് തന്നെ ഈ വളവിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വാഹനങ്ങൾ അവിടെ ക്യൂ നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നെ ആളുകൾ കടന്നു പോകാനുള്ള ഞാൻ ആദ്യം കടന്നു പോകാം അങ്ങനെ ആളുകൾ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബ്ലോക്ക് രൂപപ്പെടുകയും ചെയ്യും. ഇപ്പോഴും അവിടെ ഗതാഗത കുരുക്കുണ്ട്. 7 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം. ഈ ലോറി നന്നാക്കി ഇനി അവിടുന്ന് നീക്കിയ ശേഷം മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. എന്തായാലും എത്രത്തോളം അനിവാര്യമാണ് ഒരു തുരങ്കപാത എന്ന് ഓരോ ദിവസവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചുരത്തിലെ സംഭവങ്ങൾ. അപ്പോൾ അത്യാവശ്യമായി വയനാട് കടന്നു പോകേണ്ടവരും വയനാട്ടിലേക്ക് എത്തേണ്ടവരും ഓർക്കുക, അല്പം നേരത്തെയൊക്കെ പുറപ്പെടുക. കാരണം ചുരത്തിൽ ഗതാഗത കുരുക്കുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.